ആര്യാടൻ ഷൗക്കത്ത് കൂടി സ്ക്രീനിലേക്ക് എത്തിയിരിക്കുകയാണ്. ഏറെ നേരമായി അദ്ദേഹത്തെ കാത്തു നിൽക്കുകയായിരുന്നു പ്രവർത്തകർ. വലിയ ആവേശത്തോടെ അദ്ദേഹത്തെ അവർ സ്വീകരിക്കുന്നു. എം സ്വരാജ് നേരത്തെയുണ്ട്, മോഹൻ ജോർജ് അവിടെയുണ്ട്. അങ്ങനെ മൂന്ന് മുന്നണികളും അവസാന മണിക്കൂറിൽ സമയം 5:08 ഇനി അവശേഷിക്കുന്നവർ 52 മിനിറ്റുകൾ മാത്രമാണ്. ആ മിനിറ്റുകൾ പരമാവധി പ്രയോജനപ്പെടുത്തുക, തങ്ങളുടെ കരുത്ത്. നേരത്തെ കൊല്ലത്തു നിന്നൊക്കെ എത്തിയ പ്രവർത്തകരാണ് സ്വരാജ് ജയിക്കുമെന്ന ആവേശത്തോടെ പറയുന്നത്. അങ്ങനെ പല ജില്ലകളിൽ നിന്ന്, പല മണ്ഡലങ്ങളിൽ നിന്നൊക്കെ പ്രവർത്തകർ, എല്ലാ മുന്നണികളുടെയും പ്രവർത്തകർ നിലമ്പൂരിലേക്ക് എത്തിയിട്ടുണ്ട്. അമൽ തേനമ്പറമ്പിലൂടെ. അമൽ, ആര്യാടൻ ഷൗക്കത്ത് എത്തിയിരിക്കുന്നു. ട്രെയിനിൽ കയറുന്നുണ്ടോ സ്ഥാനാർത്ഥികൾ? ആഞ്ഞടിക്കുന്ന തിരമാല പോലെ പ്രവർത്തകർക്കിടയിലൂടെ സ്ഥാനാർത്ഥികൾ എല്ലാവരും ഇപ്പോൾ ഇവിടേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഏറ്റവും ഒടുവിൽ UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്. കോൺഗ്രസിന്റെ യുവനിര ഒന്നാകെ ഒപ്പമുണ്ട്. ഷാഫി പറമ്പിലുണ്ട്, AP അനിൽകുമാറുണ്ട്, PC വിശ്വനാഥ് ഉണ്ട്, അങ്ങനെ രാഹുൽ മാങ്കൂട്ടമുണ്ട്, അബിൻ വർക്കിയുണ്ട്, റിജിൽ മാക്കുറ്റിയുണ്ട്. അങ്ങനെ യുവ നേതാക്കളെ ഒപ്പം ചേർത്ത് ഇവിടേക്ക് വലിയൊരു കടലിൽ തിരമാലകളെ വകഞ്ഞു മാറ്റി കടന്നു വരുന്നത് പോലെ ആര്യാടൻ ഷൗക്കത്ത് വരികയാണ്. പക്ഷേ ഏറ്റവും മുൻനിരയിലേക്ക് ഇതുവരെയും കടന്നു വരാൻ ആര്യാടൻ ഷൗക്കത്ത് കഴിഞ്ഞിട്ടില്ല. ഒരടി മുന്നോട്ട് നീങ്ങണമെങ്കിൽ ആയിരങ്ങളുടെ അനുമതി തേടേണ്ടി വരുന്ന അവസ്ഥയാണ് സ്ഥാനാർത്ഥികൾക്ക്. വലിയ ആവേശം നമുക്ക് നിലമ്പൂരിൽ കാണാൻ കഴിയുന്നുണ്ട്. നിലമ്പൂരിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഉപതെരഞ്ഞെടുപ്പ് ആവേശമെന്ന് ഇന്നാട്ടുകാർ പോലും വിശേഷിപ്പിക്കുന്നു ഈ തിരഞ്ഞെടുപ്പ് ആവേശത്തെ. ഒരു ചെറിയ സ്ഥലമായിരുന്നു ഇത്, നിറഞ്ഞ് കവിഞ്ഞിരിക്കുന്നു. ഈ വഴി ഇവിടെ നിന്ന് നമുക്ക് നോക്കിയാൽ കാണാൻ, ക്യാമറയ്ക്ക് എത്രത്തോളം ആ ദൃശ്യങ്ങൾ കാണിച്ചു തരാൻ കഴിയുമെന്നറിയില്ല. ഈ വാഹനത്തിന് മുകളിൽ കയറി നിൽക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഏകദേശം 1.5-2 കിലോമീറ്റർ ദൂരത്തോളം കിടക്കുന്നു. ഏറ്റവും അങ്ങേയറ്റത്ത് അവിടെ എം സ്വരാജിന്റെ പരിപാടി നടക്കുന്നുണ്ട് എങ്കിൽ അതാണ് ഏറ്റവും ലാസ്റ്റ് നടക്കുന്ന പരിപാടി. അവിടം കടന്ന് മുന്നോട്ട് പോന്നാൽ ഒരുപാട് മോഹൻ ജോർജിന്റെ പരിപാടിയും കഴിഞ്ഞ് പിന്നെയും കടന്ന് SDP-കാർ കുറച്ചുപേർ അവിടെയുണ്ട്. അതും കടന്ന് UDF തീർത്തിരിക്കുന്ന ഒരു മഹാസാഗരം, അതും കടന്ന് അങ്ങ് നീളുകയാണ്. അത്ര വലിയ തിരഞ്ഞെടുപ്പ് ആവേശം നമുക്ക് നിലമ്പൂരിൽ കാണാൻ കഴിയുന്നുണ്ട്. എല്ലാ സ്ഥാനാർത്ഥികളും, പ്രധാനപ്പെട്ട അൻവറും LDF സ്ഥാനാർത്ഥി എം സ്വരാജും ആര്യാടൻ ഷൗക്കത്തുമൊക്കെ വിജയം ഉറപ്പെന്ന് നേരത്തെ ചോദിച്ച പ്രവർത്തകർ പറഞ്ഞതുപോലെ വിജയം ഉറപ്പിക്കുകയാണ്. ആര്യാടൻ ഷൗക്കത്ത് 15,000-ൽ താഴെ ഒരൊറ്റ വോട്ടിന് താഴെ പോകില്ല, 15,000-ന് മുകളിലായിരിക്കും ഭൂരിപക്ഷം എന്ന് ഉറപ്പിച്ച് പറയുന്നത് സാക്ഷാൽ PK കുഞ്ഞാലിക്കുട്ടിയാണ്. അത് UDF ക്യാമ്പിന് നൽകുന്ന ആവേശം ചെറുതല്ല. ലീഗ് അതിന്റെ ചരിത്രത്തിൽ ഏറ്റവും അധികം നിലമ്പൂരിൽ പണിയെടുത്ത തിരഞ്ഞെടുപ്പ് ഏത് എന്ന് ചോദിച്ചാൽ ലീഗുകാർ തന്നെ പറയും അത് ഇതാണ്. കാരണം ഇതൊരു ജീവൻ മരണ പോരാട്ടമാണ്. ഈ പോരാട്ടത്തിൽ പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ പിന്നീട് മുന്നോട്ടുള്ള വഴികൾ ദുഷ്കരമാകുമെന്ന നല്ല ബോധ്യം, അതടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോഴടക്കം ദുഷ്കരമാകുമെന്ന ബോധ്യം ലീഗിനുണ്ട്. അതിനാൽ തന്നെ ലീഗിന്റെ ആവേശവും നമ്മൾ ഈ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ഉടനീളം കണ്ടതാണ്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഇനി നിലമ്പൂർ ടൗണിൽ നിറയാനുള്ളത് ഒരൊറ്റ വഴി മാത്രമാണ്. അത് ഇവിടുത്തെ ജില്ലാ ആശുപത്രിയിലേക്ക് കടന്നു പോകുന്ന ഒരു ചെറിയ വഴി മാത്രം. ആ വഴി ഒരുക്കി കൊടുക്കാൻ ഈ നിലമ്പൂർകാർ തയ്യാറാണ് താനും. എന്തായാലും വലിയ ആവേശം. ഈ ആവേശം പക്ഷേ അതിന് കടക്കില്ല എന്ന് ഉറപ്പാണ്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മൾ നിലമ്പൂരുകാരെ കണ്ടതാണ്. പുതുപ്പള്ളിയിലൊക്കെ നമ്മൾ പോയി കുട്ടിക്കലാശമൊക്കെ നടത്തുമ്പോൾ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ നിലമ്പൂരിൽ അതൊന്നുമില്ല. നിലമ്പൂരിൽ സമാധാനപരമായി കുട്ടിക്കലാശം പുരോഗമിക്കുകയാണ്. വലിയ ആവേശം വിതറുന്ന കാഴ്ചകൾ നമുക്ക് എവിടേക്ക് നോക്കിയാലും കാണാൻ കഴിയും. ഞാനിപ്പോൾ ഉള്ളത് UDF നേതാക്കളുടെ ഒപ്പം UDF നേതാക്കളൊക്കെ കയറുന്ന ഒരു വാഹനത്തിന് മുകളിലാണ്. ഇവിടെ നിന്നാൽ എനിക്ക് LDF ക്യാമ്പ് കാണാൻ കഴിയും, അതിന് തൊട്ടിപ്പുറത്തെ BJP ക്യാമ്പ് കാണാൻ കഴിയും, ഒടുവിൽ ഇവിടെ നിൽക്കുന്ന UDF ക്യാമ്പും കാണാൻ കഴിയുന്നുണ്ട്. എല്ലാ ക്യാമ്പിലും ഒരുപോലെ ആവേശമാണ്. മാത്രമല്ല ഇന്നാട്ടുകാരാണ് സ്ഥാനാർത്ഥികളെല്ലാം. പുറത്തു നിന്നുള്ള ഇറക്കുമതിയില്ല എന്ന് പറയുമ്പോൾ നിലമ്പൂർ എന്ന് പറയാൻ പരുവത്തിലുള്ള സ്ഥാനാർത്ഥികൾ, ആ സ്ഥാനാർത്ഥികളെ അറിയാവുന്ന ഈ നാട്ടിലെ ജനങ്ങൾ, അവർക്ക് വേണ്ടി പ്രവർത്തിക്കാനായി നേരത്തെ കൊല്ലത്ത് നിന്നൊക്കെ ഷിനോജിന്റെ ഒപ്പം നിന്ന് കണ്ട പ്രവർത്തകരെ പോലെ ഈ നാടിന്റെ പല ഭാഗങ്ങളിൽ നിന്നും ഇവിടേക്ക് ഒഴുകിയെത്തിയിരിക്കുന്ന ജനങ്ങൾ ഇപ്പോൾ സംഗമിച്ചിരിക്കുന്നു. ഒരു ത്രിവേണി സംഗമം പോലെ 3 രാഷ്ട്രീയ പാർട്ടികളും സംഗമിച്ചിരിക്കുന്നു. അവരുടെ പ്രവർത്തകർ ഒന്നിച്ചു കൂടിയിരിക്കുന്നു. വലിയൊരു ജനമഹാസാഗരം എന്ന് നമുക്ക് പറയാൻ കഴിയും. നിറഞ്ഞ് കവിഞ്ഞ നിലമ്പൂർ. അതിനപ്പുറം ഒരു വിശേഷണം നിലമ്പൂരിലില്ല. നിലമ്പൂരിൽ ഇതിനു മുൻപ് ഇത്ര വലിയൊരു ജനക്കൂട്ടം ഉണ്ടായിട്ടുണ്ടായെങ്കിൽ ഇന്നാട്ടുകാർ പറയുന്നത് അത് ആര്യാടൻ മുഹമ്മദിന്റെ മരണത്തിന്റെ സമയത്തായിരുന്നു എന്നുള്ളതാണ്. അന്നും മത, സാമുദായിക, രാഷ്ട്രീയ കക്ഷ്യഭേദമന്യേ ആളുകൾക്ക് ഇവിടേക്ക് ഓടിയെത്തിയതാണ്. മാത്രമല്ല ഈ നാടിനെ പറ്റി പലരും പലതും പറയുമ്പോഴും ഈ നാട് തരുന്ന ഒരു സ്നേഹമുണ്ട്. അതുകൂടി പറഞ്ഞ് പൂർത്തീകരിക്കാനാവില്ല. ഈ നാട്ടിലേക്ക് നമ്മൾ വന്നിറങ്ങിയപ്പോൾ നമുക്ക് കിട്ടിയ ഒരു സ്നേഹം കഴിഞ്ഞ കുറെ അധികം ദിവസങ്ങളായി. എന്ത് നല്ലൊരു മനുഷ്യരാണ് ദിവിഷേ, എന്ത് നല്ലൊരു മനുഷ്യരാണ് പ്രതീക്ഷേ. എത്ര സുന്ദരമായാണ് സ്വന്തം വീട്ടിൽ നമ്മളെ നോക്കുന്നത് പോലെ കഴിഞ്ഞ കുറെ ദിവസങ്ങളായി നമ്മളെ ഇങ്ങനെ നോക്കുകയാണ്. ഇന്നാട്ടുകാർ അവർക്കുള്ള നന്ദി കൂടി ഈ ഒരു സാഹചര്യത്തിൽ പറഞ്ഞു വെക്കുകയാണ്. ഇവിടെ സംഗമിച്ചു കൂടിയിരിക്കുന്ന ആളുകൾ 3 രാഷ്ട്രീയ കക്ഷികളായി ഇവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു വിവേചനമില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ നാട്ടുകാർ എല്ലാവരും
എല്ലാവരെയും ഉൾക്കൊള്ളാൻ തയ്യാറാകുന്ന നാട്ടുകാർ. അതങ്ങ് ചന്ദനക്കുറി തൊട്ട് ചന്ദ്രനാണെങ്കിലും നിസ്കാരത്തായുള്ള നിസ്സാറാണെങ്കിലും കുരിശു വരയ്ക്കുന്ന കുര്യോക്കാസ് ആണെങ്കിലും ചേർത്ത് പിടിക്കുന്ന മനുഷ്യരാണ്. ആ ചേർത്ത് പിടിക്കുന്ന മനുഷ്യരുടെ ആവേശമാണ് നമ്മൾ കാണുന്നത്. വലിയ ആവേശം മൂവർന്ന കടലിന് നടുവിൽ നിൽക്കുന്ന ആര്യാടൻ ഷൗക്കത്തിനെ കാണാൻ കഴിയുന്നു. ചെങ്കടലിന് നടുവിൽ ആവേശം വിതറി നിൽക്കുന്ന എം സ്വരാജിനെ കാണാൻ കഴിയുന്നുണ്ട്. ആകാശത്തേക്ക് ഉയർന്നു പാറുന്ന താമരത്തിനുമുള്ള കൊടികൾക്കിടയിൽ നമുക്ക് NDA സ്ഥാനാർത്ഥിയെ കാണാൻ കഴിയുന്നുണ്ട്. അങ്ങനെ വലിയ 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 ആവേശത്തിലൂടെ നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ അവസാന ഘട്ടവും കടന്നു പോവുകയാണ്.